भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 883 ദിവസം. ഭഗവാന്റെ അനൽപമായ അമൂല്യമായ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം അനസ്യൂതമായി ഭക്തിയുടെ അനർഗളമായ ഗംഗാനദിയായി ഈ യജ്ഞം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഏകാദശ സ്കന്ധം 28 അധ്യായത്തിൽ 31 ശ്ലോകം മുതലാണ് അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ഉദ്ധവൻ എന്ന തൻ്റെ മഹാഭക്തന് പൊന്നുഗുരുവായൂരപ്പൻ ഭാഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ പരമാത്മാവ് നൽകുന്ന ഉപദേശങ്ങളാണ് ഈ ഏകാദശ സ്കന്ധത്തിൽ മുക്തിസ്കന്ധം എന്ന് അറിയപ്പെടുന്ന ഇതിൽ 31 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു: തിഷ്ഠന്തമാസീനമുതവ്രജന്തം ശയാനമുക്ഷന്തമദന്തമന്നം സ്വഭാവമന്യൽ കിമപീഹമാനം ആത്മാനമാത്മസ്ഥമതിർന്ന വേദ. തിഷ്ഠന്തം സ്ഥിതി ചെയ്യുന്നവനോ, ആസീനം ഒരിടത്തിരിക്കുന്നവനോ, ഉദ്വ്രജന്തം നടക്കുന്നവനോ, ശയാനം കിടക്കുന്നവനോ, ഉക്ഷന്തം ജലമലാദി വിസർജനം ചെയ്യുന്നവനോ, അന്നം അന്നത്തെ അതന്തം ഭക്ഷിക്കുന്നവനോ, അന്യത് കിമപി മറ്റെന്തെങ്കിലും സ്വഭാവത്തെ ഈഹമാനം സ്വഭാവം ഈഹമാനം പ്രവർത്തിക്കുന്നവനോ ആയാലും, ആത്മാനം ആത്മസ്ഥമതിഹി ദേഹത്തെ ആത്മാവിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവൻ നവേദ അറിയുന്നില്ല എന്ന് പറയുന്നു. അപ്പം എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? ഇരിക്കുക, കിടക്കുക, നടക്കുക, വിസർജിക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പരമാർത്ഥാനന്ദത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു യോഗിക്ക് ഒരിക്കലും അതിൽ നിന്ന് തെറ്റാൻ ഉള്ള വഴിയുണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ ബോധം ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആത്മസ്ഥനായിരിക്കുന്ന ആത്മാവിൽ തന്നെ ഇരിക്കുന്ന യോഗി
ദേഹത്തിനുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങളെ വകവയ്ക്കുന്നില്ല, അറിയുന്നില്ല. യതിസ്മ പശ്യത്യസദിന്ദ്രിയാർത്ഥം നാനാനുമാനേന വിരുദ്ധമന്യൽ ന മന്യത്തെ വസ്തുതയാ മനീഷി സ്വാപ്നം യഥോദ്ധായ തിരോദധാനം. അസദിന്ദ്രിയാർത്ഥം, അസത്തുക്കളായ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ പശ്യതി യതിസ്മ, കാണുന്നുവെങ്കിൽ നാനാനുമാനേന, പലതരത്തിലായിരിക്കുന്ന നാനാത്വം കാരണം അനുമാനം കൊണ്ട് വിരുദ്ധം അന്യൽ, ദുഃഖഹേതുവായിരിക്കുന്ന ആത്മവ്യതിരിക്തമായ വസ്തുവിനെ പരമാർത്ഥത്തിൽ മനീഷി, മനീഷി എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, വിദ്വാൻ, ന മന്യത്തെ, വിചാരിക്കുന്നേ ഇല്ല. ഉദ്ധായ തിരോദധാനം, എഴുന്നേറ്റിട്ട് മറഞ്ഞു പോകുന്നതായ സ്വപ്നം യഥ, ഏതുപോലെ ഉണരുമ്പോൾ സ്വപ്നം എങ്ങനെയാണോ അങ്ങനെ. അപ്പം ഇന്ദ്രിയങ്ങളുള്ള കാലത്ത് അതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുക, അത് പ്രവർത്തിക്കാതിരിക്കാൻ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല. അപ്പോൾ ദേഹഭാവന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യഥാർത്ഥ സുഖം എങ്ങനെ അനുഭവമാകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, കണ്ണ്, കാത് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാലും നാനാത്വം കൊണ്ട് മിഥ്യ തന്നെ എന്ന അനുമാന പ്രമാണത്തിൽ വിഷയസുഖം നശിക്കുന്നതായിട്ട് കാണപ്പെടുമ്പോൾ ആത്മവ്യതിരിക്തമായിരിക്കുന്ന, ആത്മാവിൽ നിന്ന് അന്യമായിരിക്കുന്ന ഒന്നും തന്നെ പരമാർത്ഥമല്ല എന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊന്നും അയാളെ ബാധിക്കില്ല. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നമില്ല, അല്ലേ? സ്വപ്നത്തിൽ കണ്ട പദാർത്ഥങ്ങളില്ല, അതൊക്കെ മിഥ്യയാണ് എന്ന് നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവും. ഇതേപോലെ ആ ഉറക്കത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായി, പക്ഷെ അതിൽ നിന്ന് വിട്ടിരിക്കുന്നത് പോലെ വിദ്വാൻ, അറിവുള്ളവൻ ബന്ധങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്നു. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വിഷയസംബന്ധമുണ്ടായാലും ജ്ഞാനിക്ക് അതുകൊണ്ടുള്ള സുഖദുഃഖ ബാധ, മാനാപമാനങ്ങൾ ഒന്നും അയാളെ ബാധിക്കില്ല. അത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടാവാം, പക്ഷേ അതൊന്നും വിദ്വാനെ ബാധിക്കില്ല. ഏതുപോലെ? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ. പൂർവം ഗൃഹീതം ഗുണകർമ്മചിത്രമജ്ഞാനമാത്മന്യ വിവിക്തമംഗ നിവർത്തതേ തൽ പുനരീക്ഷയൈവ ന ഗൃഹ്യതേ നാപി വിസൃജ്യ ആത്മാ. പൂർവം, ആദ്യത്തിൽ, ഗൃഹീതം, ഗ്രഹിക്കപ്പെട്ടതായും, ഗുണകർമ്മചിത്രം, ഗുണകർമ്മങ്ങൾ കൊണ്ട് പലതരത്തിലായും, ആത്മനി അവിവിക്തം, ആത്മാവിൽ അസ്പഷ്ടമായും ഇരിക്കുന്ന അജ്ഞാനം, അറിവില്ലായ്മ, അല്ലേ? അല്ലയോ ഉദ്ധവ, ഹേ അംഗ, പൂജ്യ, പിന്നെ തത് ഈക്ഷയ, ആ ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാകുന്നു. ആത്മാവ് ന ഗൃഹ്യത്തെ, സ്വീകരിക്കപ്പെടുന്നില്ല, ന വിസൃജ്യ, ഉപേക്ഷിക്കത്തക്കതും അല്ല എന്ന് പറയുന്നു. ആത്മാവിന് വികാരമില്ല എന്ന് പറഞ്ഞു. ആത്മാവ് സുഖദുഃഖങ്ങൾക്ക് അതീതമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയുകയാണ്, ബന്ധമോക്ഷങ്ങളുടെ സംബന്ധം ആത്മാവിനുണ്ടെങ്കിൽ മാത്രമേ വികാരം അനുഭവപ്പെടുള്ളൂ. അതില്ലാത്തത് കൊണ്ട് ആത്മാവ് നിർവികാര സ്വരൂപമാണ്. ജ്ഞാനോദയത്തിന് മുമ്പ് ഗുണകർമ്മഭേദം കൊണ്ട് ശക്തൻ, അശക്തൻ, ജ്ഞാനി, അജ്ഞാനി, വിദ്വാൻ, മൂഢൻ, ഇങ്ങനെയുള്ള ഭേദം ഉണ്ടായിരുന്നു. ഇതൊരു ഭ്രമമാണ്. പക്ഷേ ശാസ്ത്രങ്ങളുടെയും സജ്ജനങ്ങളുടെയും സംബന്ധം കൊണ്ട്, സഹവാസം കൊണ്ട് ഈ ഭ്രമം നീങ്ങിയപ്പോൾ, ഈ ചിന്ത മാറിയപ്പോൾ യഥാർത്ഥമായ സ്വരൂപബോധം ഉണർന്നു. അല്ലാതെ ആത്മാവിൽ ഒരിക്കൽ ഗ്രാഹ്യതയോ മറ്റൊരിക്കൽ ത്യാജ്യതയോ ഇല്ല. ഒരിക്കൽ അതിനെ പിടിക്കുകയോ ഒരിക്കൽ അതിനെ ഉപേക്ഷിക്കുകയോ ചെയ്യണില്ല. കാരണം ആത്മാവിനെ ഇത് ബാധിക്കുന്നേയില്ല. അപ്പോൾ ബന്ധാവസ്ഥയും മോക്ഷാവസ്ഥയും ആത്മാവിനെ ബാധിക്കുന്നതല്ല, ആത്മസംബന്ധിയല്ല. അതുകൊണ്ടാണ് ആത്മാ നിർവികാരി എന്ന് അറിയപ്പെടുന്നത്. ആത്മാവിന് വികാരങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം എന്താ? ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയിരുന്നത്? അതാണ് ഭ്രമം എന്ന് പറയുന്നത്. ആ ഭ്രമം ശാസ്ത്രജ്ഞാനം കൊണ്ടും
സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം കൊണ്ടും ഈ ഭ്രമത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുന്നു. യഥാഹി ഭാനോരുദയോ നൃചക്ഷുഷാം തമോ നിഹന്യാന്നതു സദ്വിധത്തെ ഏവം സമീക്ഷ നിപുണാ സതീ മേ ഹ്യനാത്തമിശ്രം പുരുഷസ്യ ബുദ്ധേ. പലപ്പോഴായിട്ട് പറയുന്ന ഒരു ഉപമ തന്നെയാണ് ഇപ്പതാ വീണ്ടും പറയുന്നത്, സൂര്യോദയവും ഇരുട്ടും ആയി ബന്ധപ്പെട്ടിട്ട്. ഭാനോ ഉദയ, ഭാനുവിൻ്റെ, ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യൻ്റെ ഉദയം നൃചക്ഷുഷാം, മനുഷ്യരുടെ കണ്ണുകളെ ബാധിച്ച തമ നിഹന്യാത്, തമസ്സിനെ, ഇരുട്ടിനെ ഇല്ലാതെയാക്കും. സത്ത് പദാർത്ഥത്തെ നതു വിധത്തെ യഥ, ഉണ്ടാക്കുന്നില്ലാത്തതുപോലെ. ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഉള്ള പദാർത്ഥത്തെ സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാക്കി തരണമെന്ന് മാത്രമേ ഉള്ളൂ. മേ, ഭഗവാൻ പറയുകയാണ്, എൻ്റെ സതീ നിപുണ, പരിശുദ്ധവും സമർത്ഥവുമായ സമീക്ഷ, സാക്ഷാത്കാരം, പുരുഷസ്യ ബുദ്ധേ, പുരുഷൻ്റെ ബുദ്ധിക്കുള്ള തമിശ്രം ഏവം ഹന്യാൽ, അന്ധകാരത്തെ ഇത്തരത്തിൽ ഇതേപോലെ പ്രകാരത്തിൽ ഇല്ലാതെയാക്കും എന്ന് പറയും. അപ്പം ഇവിടെ ആത്മസ്വരൂപം എല്ലാ സമയത്തും ഒരുപോലെ തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അഭ്യാസാദികൾ കൊണ്ട് ആത്മപ്രാപ്തി ഉണ്ടായി എന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്ത ആത്മസ്വരൂപത്തെ പ്രാപിച്ചു എന്നല്ല. ആത്മസ്വരൂപം എപ്പോഴും ഉണ്ട്. ഒരു വസ്തു ഇരുട്ടത്ത് കിടക്കണു, ആർക്കും കാണാൻ സാധിക്കണില്ല. എന്നാൽ സൂര്യോദയത്തിൽ സൂര്യപ്രകാശങ്ങൾ ആ വസ്തുവിലേക്ക് തട്ടുമ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കണ്ണുകളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാഴ്ചയായിട്ട് മാറും. ഇതേപോലെ യഥാർത്ഥ ബോധത്തെ മറച്ചിരുന്ന മൂടുപടത്തെ നീക്കിക്കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം, ശാസ്ത്രപരിചയം, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ, അനുമാനങ്ങളിലൂടെ, ചിന്തകളിലൂടെ യഥാർത്ഥമായ രൂപം, അതുവരെ ബുദ്ധിയെ മറച്ചിരുന്ന ആ മോഹത്തെ മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ നീങ്ങുകയും സ്വരൂപം പ്രകാശിച്ചതായി സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ അപ്പം ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല എന്ന് മാത്രം. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് സൂര്യൻ ഉദിക്കാത്ത സമയത്ത് ഇരുട്ടിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതൊക്കെ ലോകത്തിൽ ഇരുട്ടിൻ്റെ സമയത്തുണ്ടായിരുന്നു, അതിനു മുമ്പുള്ള വെളിച്ചത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് കണ്ടില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം എത്തിയിരുന്നില്ല എന്നാണ്. പദാർത്ഥങ്ങളൊക്കെ സൂര്യാസ്തമയത്തിൽ ക്രമേണ ഇരുട്ട് വ്യാപിച്ച് ജനങ്ങളുടെ കണ്ണുകൾക്കുള്ള പദാർത്ഥഗ്രാഹ്യം എന്ന ആ കഴിവിനെ ഇല്ലാതെയാക്കി. അപ്പോൾ ഇരുട്ട് വന്നു. ജനങ്ങളുടെ കണ്ണുകൾക്കുള്ള പദാർത്ഥഗ്രഹണ സാമർഥ്യത്തെ തടസ്സപ്പെടുത്താൻ ഇരുട്ടിന് സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പദാർത്ഥങ്ങളെ കാണാനായില്ല. ഇപ്പോൾ നോക്കൂ, ചില ആളുകൾ രാത്രി പോയി കിണറ്റിൽ വീഴാറുണ്ട്. കിണറ്റിൽ വീണു, എന്താ കാരണം? ആ കിണർ കണ്ടില്ല. കിണർ അവിടെ ഇല്ലാതെയല്ല, മറിച്ച് ഇരുട്ട് കാരണം ഈ കിണർ കാണാനായിട്ട് സാധിച്ചില്ല, അതിൽ വീഴുന്നു. ഇതേപോലെ തന്നെ പലപ്പോഴും വേദാന്തികൾ ഉപയോഗിക്കുന്ന വലിയൊരു ഉദാഹരണമാണ് രജ്ജു സർപ്പദോഷം എന്നുള്ളത്. കയറിനെ പാമ്പാണ് എന്ന് കരുതുക. അങ്ങനെ കരുതാൻ എന്താ കാരണം? അവിടെ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കയറാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതിന് കാരണം എന്തായിരുന്നു? ഇരുട്ടായിരുന്നു. വെളിച്ചം വന്നപ്പോൾ അവിടെ കയറാണ് കിടക്കുന്നത് എന്ന് മനസ്സിലായി. പക്ഷേ പാമ്പാണ് എന്ന് വിചാരിച്ചത് കൊണ്ട് മനസ്സിൽ വലിയ ദുഃഖം, ഭയം ഒക്കെ ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ പാമ്പ് അവിടെ ഇല്ല, അവിടെയുള്ളത് വെറും കയറ് മാത്രമാണ്. ഇപ്പം തെറ്റിദ്ധരിച്ചുള്ള വ്യസനം. ഇങ്ങനെ കയർ മുതലായ സാധനങ്ങളെ ശരിയായി മനസ്സിലാക്കാതെ പാമ്പാണ് എന്ന് കരുതി. അതുകൊണ്ടാണ് ഈ അബദ്ധം ഉണ്ടായത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലോ കയറേതാണ് പാമ്പേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ശരിക്കും കണ്ടറിയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ചിന്തകൾ മുഴുവൻ അജ്ഞാനമാകുന്ന ഇരുട്ട് ഇല്ലാതെയാവും.
എന്നിട്ട് പറയുകയാണ്, ദൃഷ്ടിയുടെ ഗ്രഹണശക്തിയെ മറച്ച ഇരുട്ടിനെ സൂര്യോദയം, സൂര്യരശ്മികൾ അതിനെ ഇല്ലാതെയാക്കി. അപ്പോൾ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടായി. സത്യത്തിൽ അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവില്ല ചെയ്തത്, ഉള്ള പദാർത്ഥത്തെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതുവരെ കാണാതെ ചുറ്റുമിരുന്ന സാധനങ്ങളെ കണ്ടറിഞ്ഞു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അവിടെ ഇല്ലാത്തതല്ല, പുതിയതുണ്ടായതല്ല, മറിച്ച് ഇവിടെ ആ സൂര്യോദയത്തിൽ അത് അനുഭവവേദ്യമായി എന്ന് മാത്രം. യഥാർത്ഥ ഗ്രഹണശക്തിയെ മറച്ച ഇരുട്ടിനെ സൂര്യോദയം ഇല്ലാതെയാക്കി, അത്രയേ ഉള്ളൂ. അല്ല ഒരു പുതിയ വസ്തു നിർമ്മിക്കപ്പെട്ടിട്ടില്ല അവിടെ. ഇതേപോലെ കാണാതെ ചുറ്റുമിരുന്ന സാധനങ്ങളെ കണ്ടറിഞ്ഞു. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നുന്ന ആ ശക്തി മായയാണ്. വിക്ഷേപണം, ആവരണം എന്നിങ്ങനെ രണ്ട് ശക്തികളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതേപോലെ അതിന് സൂര്യോദയം സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കാൻ. ഇതേപോലെ യഥാർത്ഥമായ ജ്ഞാനത്തെ അറിയുകയാണ് വേണ്ടത്. ഏഷ സ്വയം ജ്യോതിരജോ പ്രമേയോ മഹാനുഭൂതി സകലാനുഭൂതി ഏകോദ്വിതീയോ വചസാം വിരാമേ യേനേഷിതാവാഗസവശ്ചരന്തി. ഏഷ ഇവൻ സ്വയം ജ്യോതി, സ്വയം ജ്യോതി എന്ന് പറഞ്ഞ സ്വരാട്, താനെ വിളങ്ങുന്നവനും, അജഹ ജനിക്കാത്തവനും, അപ്രമേയ പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തവനും. ആ ഭഗവാൻ എങ്ങനെയാണ് എന്ന് പറയാണ്, അല്ലെങ്കിൽ ആ ജീവൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ മഹാനുഭൂതി, മഹത്തായ ഭൂതിയോടുകൂടിയവനും, ഐശ്വര്യമുള്ളവനും, വിഭൂതിയോഗം ഒക്കെ നമ്മൾ നേരത്തെ കേട്ടു ഇല്ലേ, സകലാനുഭൂതി, അതേപോലെ എല്ലാം കണ്ടറിയുന്നവനും, ഏകഹ ഒരേ ഒരുവനും, അദ്വിതീയ രണ്ടാമത്തത് ഒന്നില്ലാത്തവനും, വചസാം വിരാമേ വാക്കുകളുടെ അവസാനത്തിൽ താനെ പ്രകാശിക്കുന്നവനും ആകുന്നു. യേന ഈഷിത യാതൊരുത്തനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി, വാഗസവഹ വാക്കും പ്രാണനും ചരന്തി പ്രവർത്തിക്കുന്നു. പരിച്ഛിന്നാദിഭാവങ്ങൾ നീങ്ങിയതുപോലെ ആത്മസാക്ഷാത്കാരം അതും ഉണ്ടാവണം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷണം പരിച്ഛിന്നാദിഭാവങ്ങൾ നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഹസ്തപാദാദികളാകുന്ന അവയവങ്ങളോടുകൂടിയ ശരീരത്തെ പ്രകാശിപ്പിച്ച് പരിച്ഛിന്നാവസ്ഥയെ പ്രാപിച്ചിരുന്ന ഈ ജീവൻ ഇപ്പോൾ ദേഹം തുടങ്ങിയ ഉപാധികളുടെ സംബന്ധം കൂടാതെ താനെ പ്രകാശിക്കുന്നു. ഇപ്പോൾ പ്രകാശക ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന സൂര്യാദികളുടെ പ്രകാശത്തെ അവലംബിച്ച് പ്രകാശിക്കുകയല്ല, ആത്മാവിൻ്റെ പ്രകാശത്തെ അവലംബിച്ചാണ് സൂര്യാദികളും അതേപോലെ പ്രകാശിക്കുന്നത് എന്നാണ്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണശരീരങ്ങളുടെ സംബന്ധമില്ലാത്തത് കൊണ്ട് ആത്മാവ് എന്താണ്? അജനാണ്, ജന്മാദി വികാരങ്ങളില്ലാത്തവനാണ്, ജനിക്കാത്തവനാണ്. പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് ആത്മസ്വരൂപത്തെ വിവരിച്ചിരിക്കുന്നു. പക്ഷെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോഴോ ഈ ആത്മസ്വരൂപത്തെ കാണാൻ പോലും പ്രമാണങ്ങളെ കൊണ്ട് ഈ ആത്മസ്വരൂപത്തെ അറിയാനോ കാണാനോ സാധിക്കില്ല എന്ന് അനുഭവപ്പെടും. അങ്ങനെ ആത്മാവ് അപ്രമേയൻ ആണ് എന്ന് അറിയും. എന്നിട്ട് പറയുകയാണ്, ഈ പ്രമാണങ്ങൾക്ക് വിഷയമായ വസ്തുവിന് പ്രമേയം എന്ന് പറയുന്നു. ആത്മാവ് പ്രമാണമാണ്, പ്രമേയമല്ല. അല്ലേ? ഈ കാണപ്പെടുന്ന ചരാചരാത്മകമായ വിളങ്ങുന്നത് ആയതുകൊണ്ട് ആത്മാവ് എന്താണ്? മഹാനുഭൂതിയാണ്. സകല ഐശ്വര്യങ്ങളുടെയും വിളനിലമായിട്ട് കാണപ്പെടുന്നു. അപ്പം എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി ആത്മാവാണ്. ആത്മാവ് സർവസാക്ഷിയാണ്. സർഗാദികൾ നടത്താൻ ആത്മാവിനെ കൂടാതെ അന്യവസ്തു ഇല്ലാത്തത് കൊണ്ട് ആത്മാവ് ഏകനാണ്, അദ്വിതീയനാണ്. അങ്ങനെ ഇരിക്കുന്ന വസ്തുവിനെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നാദാന്തത്തിൽ വിളങ്ങുന്നു എന്ന് പറഞ്ഞത്.
വാക്കുകളാകുന്ന സകലേന്ദ്രിയങ്ങളും അവരവരുടെ വ്യാപാരങ്ങൾ നടത്തുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്, ആത്മാവിൻ്റെ സന്നിധാനം കൊണ്ടാണ്. എന്നാൽ വാഗാദികളാകുന്ന സകലേന്ദ്രിയങ്ങളും അവയുടെ വ്യാപാരങ്ങൾ നടത്തുന്നത് ആത്മസന്നിധാനം കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇവിടെ ആത്മാവിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ സാധിക്കില്ല. കണ്ണിന് കാണാൻ കഴിയുന്ന ഒന്നല്ലാതെ മറിച്ച് കണ്ണിന് കാണാൻ സാധിക്കുന്ന ശക്തിക്ക് കാരണമായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പ്രമാണാതീതൻ, അപ്രമേയൻ എന്ന് ഭഗവാനെ കുറിച്ച് പറയുന്നത്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ കേനേഷിതം പതതി പ്രേഷിതം മനക്കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം ക ഉദേവോ യുനകൃതി. ശ്രോത്രസ്യ ശ്രോത്രം യന്മനസോ മനസ്നോ യദ്വാചോഹ വാചം പ്രാണസ്യ പ്രാണമുത ചക്ഷുശ്ചക്ഷുഷ ചക്ഷുഷു ചക്ഷുസിൻ്റെയും ചക്ഷുസ്, കണ്ണിനും കണ്ണ് അല്ലേ. ഇങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ സാരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശ്രുതിവാക്യങ്ങൾ നമ്മൾ പലയിടത്തും കാണുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആത്മാവ് മഹാനുഭൂതിയാണ്, സകലാനുഭൂതിയാണ്, ഏകനാണ്, അദ്വിതീയനാണ്. വാക്കുകളുടെ വിരാമത്തിൽ നാദാന്തത്തിൽ അനുഭവപ്പെടുന്നതും പ്രകാശിക്കുന്നതും ആണ് എന്ന് ഇവിടെ പറയുന്നു. ആ 35-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 36-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരയേ നമഃ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം,
പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.